ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ വിനായകൻ വിശ്വേട്ടന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ടല്ലോ ജോലിക്ക് പോകാൻ പറഞ്ഞിട്ട്. അത് നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നന്ദിനി വേഗം നമ്മുടെ വിനായകനെ വിളിച്ചിട്ട് അകത്ത് കയറ്റിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ട് മനുഷ്യന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വെറും തറയിൽ ശമരം പണിഞ്ഞിരിക്കാൻ യോഗ്യത ഇല്ലാത്തവനെ പിടിച്ചിട്ടാണോ തിരിയണ കസേരയിലിരിക്കാൻ നോക്കണത്? ഓ, അതാണോ കാര്യം? അതെന്താ നിസ്സാര കാര്യമാണോ? എന്ത് ജോലിയാണ് വിശ്വനോട് ഒരുക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, മണി ഡിസ്ട്രിബ്യൂഷൻ മാനേജറോ അങ്ങനെ എന്തോ ആണ്. നന്ദിനിക്ക് ഒന്നുകൂടി വിഷമമായിട്ടോ. മാനേജറോ? ആ പോസ്റ്റിന് ശമ്പളം നന്നായിട്ടുണ്ടാവില്ലേ? ഒരു 10-40,000 രൂപ കാണുമായിരിക്കും എന്ന് പറയുന്നുണ്ട് വിനായകൻ. അത് കേട്ടിപ്പോൾ നന്ദിനി മേലോട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, 40,000 രൂപയോ? നിങ്ങൾക്ക് അതിന് ഇത്ര നിസ്സാരമായിട്ട് പറയാൻ കഴിയണോ? അതിനിപ്പോൾ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണോ നിങ്ങളെപ്പോലെ ഒരു പെൺകോന്തനല്ല വിശ്വേട്ടൻ, അതറിയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനായകൻ എന്തോന്ന് ചോദിക്കുന്നുണ്ട്. അതന്നെ, ഈ കിട്ടുന്ന കാശും പോയിണേ നിങ്ങൾ വക്കുപോട്ടത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നാൽ വിശ്വേട്ടൻ അങ്ങനെയല്ല, വിശ്വേട്ടൻ അത് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഇനിയിപ്പോൾ വിശ്വേട്ടൻ ഒന്നും കൊടുത്തില്ലെങ്കിലും അച്ഛൻ നിങ്ങളുടെ മേക്കിട്ട് കയറുന്നത് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് കേട്ടോ നന്ദിനി. അപ്പോൾ പിന്നെ വിശ്വേട്ടൻ്റെ കാര്യം പറയണോ? കൊടുത്തില്ലെങ്കിൽ അന്ന് വേദ മുഖാന്തരം എൻ്റെ വിശ്വേട്ടൻ്റെ ജോലി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായിരുന്നു. വല്ലവിധേനയും വിശ്വേട്ടൻ അങ്ങനെ ശമ്പളം വീട്ടിൽ കൊടുക്കാൻ തുടങ്ങി നമ്മളും കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ എത്ര തവണ തേങ്ങ ഗണപതിക്ക് നേർന്നു എന്നറിയോ. അപ്പോൾ പുച്ഛത്തോട് കൂടിയിട്ട് നമ്മുടെ വിനായകൻ പറഞ്ഞു, നീ 70 രൂപ തേങ്ങയ്ക്ക് വരെയുള്ളപ്പോൾ നീ തേങ്ങ ഉടയ്ക്കാമെന്ന് വിചാരിച്ചല്ലേ? ഞാനത് വിശ്വസിച്ചു. അപ്പം നമ്മുടെ നന്ദിൻ്റെ രൂപവിനേട്ടാ 2 ചെറിയ തേങ്ങ നോക്കിയിട്ട് വാങ്ങി ഉടയ്ക്കുകയും ചെയ്തു. അതിനെന്താ അപ്പോഴേക്കും ജോലി പോയി കിട്ടിയില്ലേ? അന്ന് ഇത്രയും ശമ്പളമുള്ള ജോലിയായിരുന്നില്ല. ഇതിപ്പോൾ എന്ന് പറയട്ടെ വിനേട്ടൻ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ശ്രീജിയെടുത്തിയൊക്കെ ഇപ്പം അങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. പാവം പോലെ കയ്യിൽ കാശ് വരാൻ തുടങ്ങി കഴിഞ്ഞാലേ ഇപ്പം ഇങ്ങനെയൊന്നും ആവില്ല. ആ വേദയായിട്ട് ചേർന്നിട്ടേ നമ്മളെ ശരിക്കും ചവിട്ടി തയ്ക്കും, ഉറപ്പാണ്. ഞാനിപ്പോൾ എന്താ വേണ്ടത് ചോദിക്കുന്നുണ്ട് കേട്ടോ വിനായകനെ. പറയും, നാളെ വിശ്വേട്ടനെ ആ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ജോലി കിട്ടരുത്. ഒന്ന് മാനേജറോട് വേറെ ആളെ ഏർപ്പെടുക്കാൻ പറ, എൻ്റെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ്ടേ, എനിക്ക് കണ്ണുകടി സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ സത്യം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇനി സമാധാനമായിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിനായകൻ. ഈ സമയം വിശ്വേട്ടനോട് ശ്രീജേച്ചി നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. വിശ്വേട്ടനാണെങ്കിൽ എങ്ങനെയും ഇതിൻ്റെ എസ്കേപ്പ് ആവണമല്ലോ. അപ്പോൾ ചിരിച്ച് തള്ളുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീജേച്ചി പറഞ്ഞു, വിശ്വേട്ടൻ എങ്ങനെ ചിരിച്ചോണ്ടായില്ല, കാര്യം പറയണമെന്ന് പറയും. ഞാൻ എന്ത് പറയാനേ ശ്രീജയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകണ്ടോ ഇല്ലയോ? അതിന് ജോലി കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നും കാണാതെ അത് വിനായകൻ നിങ്ങളോട് പറയില്ല, അത് ഉറപ്പാ. ഇൻ്റർവ്യൂവിനൊക്കെ പോയി പാസ്സായിട്ട് വേണ്ടേ ശ്രീജ? ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ അതൊക്കെ നടക്കുമോ? അപ്പോൾ ശ്രീജെടുത്തി പറയുന്നുണ്ട്, ഒന്ന് പോയി വിനായകൻ പറഞ്ഞ ആൾ കണ്ടാൽ എന്താ വിശ്വേട്ടാ? അപ്പോഴല്ലേ നമുക്ക് പറ്റിയതാണോ ഇല്ലയോ എന്ന് പിന്നെ തീരുമാനിക്കാമല്ലോ. അപ്പോൾ വിശ്വേട്ടൻ പറയുന്നുണ്ട്, അയ്യോ ഇത്ര വലിയ ജോലിയുടെ ചെറുപ്പും വലിപ്പവും നല്ല എൻ്റെ പ്രശ്നം, ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ ശ്രീജെടുത്തിക്ക് ദേഷ്യം വേണ്ടി ശ്രീജെടുത്തി പറയുന്നുണ്ട്, ഈ പ്രായത്തിലേ നിങ്ങൾക്ക് അതിനും കഴിയില്ലേ, നിങ്ങൾ കാര്യം ചെയ്യും, പോയിട്ട് മോളെ കൂട്ടിയിട്ട് വാ, എന്നിട്ട് കെട്ടുതാലി വിറ്റിട്ടായാലും വേണ്ടില്ലേ കുറച്ച് വിഷം വാങ്ങിത്താ, നമുക്ക് 3 പേർക്ക് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ വിശ്വേട്ട ശ്രീജ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പിന്നെ എന്ത് പറയാനാ വിശ്വേട്ടാ? നിങ്ങളുടെ അവസ്ഥയെ എത്രമാത്രം പരിതാപകരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ജോലി തരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവർ ഉണ്ടാക്കി തന്നെ അവസരം പോലും വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണില്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടല്ലേ? എനിക്കത് മനസ്സിലായി. പക്ഷേ ഇത് പൈസ കൈകാര്യം ചെയ്യേണ്ട ജോലിയെന്നാണ് വിനായകൻ പറഞ്ഞത്. അതാ എനിക്ക് പേടി. നാളെ കൈകാര്യം ചെയ്യുന്ന പണത്തിന് എന്തെങ്കിലും ഏറ്റക്കുറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ? അപ്പോൾ ശ്രീജേട്ടൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ജോലിക്ക് പോയില്ല എന്ന് വെക്കേ. അപ്പോൾ ആ പോസ്റ്റ് എന്നും അവിടെ അങ്ങനെ വേക്കൻ്റായി കിടക്കുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ മിടുക്കുള്ള ആരെങ്കിലും വന്നത് ചെയ്യും അല്ലേ? ഉറപ്പല്ലേ ചോദിക്കുന്നുണ്ട് വിശ്വേട്ടൻ. എന്നിട്ട് പറയണ്ടേ, ഒരു പണിക്ക് വേണ്ടി ആൾക്കാർ നെട്ടോട്ട് വിടില്ലേ ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ന് തിന്നുന്നാണല്ലേ വിശ്വേട്ടാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോകണ്ട, പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. നീ നിന്റെ വീട്ടിലേക്ക് മോളുടെ അടുത്ത് പോയി നിൽക്കുന്നതാണോ ചോദിക്കുന്നുണ്ട് വിശ്വേട്ടൻ. അല്ല, നിങ്ങൾ പോയാലില്ലെങ്കിലും ഞാൻ ജോലിക്ക് പോവാ. നീയോ? എന്ത് ജോലിക്ക്? തൊഴിലുറപ്പിന് പോവും. എന്താ നിങ്ങൾ തടയുമെന്ന് ചോദിക്കുമ്പോൾ വിശ്വേട്ടൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയേണ്ട, ഒരു ദിവസം 369 രൂപയുണ്ട്, അത് എല്ലാ ദിവസമൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഒരു വർഷം 100 പണിയുണ്ടല്ലോ, ബാക്കിയുള്ള ദിവസം ഞാൻ വല്ല വീട്ടുപണിക്ക് പോകും. വീട്ടുപണിക്കോ? അപ്പോൾ ഈ വീട്ടിലെ പണി ചോദിക്കുന്നുണ്ട് വിശ്വേട്ടൻ. അത് ഇനി മുതലേ നിങ്ങൾ ചെയ്യും. ഞാനോ ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ തന്നെ. ഇടിക്കലും തുടക്കലും പാത്രം കഴുകലും പാചകം ചെയ്യലും എന്തിന് കക്കൂസ് വൃത്തിയാക്കൽ വരെ നിങ്ങൾ ചെയ്യും. എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വേട്ടൻ അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ചെയ്യണമെന്ന് അറിയണേ, ഞാൻ അച്ഛമ്മ ഏൽപ്പിക്കും, നോക്കിക്കോ. ശ്രീജേച്ചി പോകാൻ നിൽക്കണം. അപ്പോൾ പിടിച്ച് കഴിച്ചു, അയ്യോ ശ്രീജെ നിനക്ക് ഇത്രയും വീറുണ്ടായിരുന്നു. വിസിറ്റിംഗ് കാർഡ് തട്ടിപ്പറിച്ച് കഴിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആ കാർഡ് എടുത്താൽ ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കക്കൂസ് കഴുകണേക്കാൾ നല്ലതൊന്ന് പോയി നോക്കൽ തന്നെയാണ്. ഈ സമയം നമ്മുടെ കുശുമി നന്ദിനിക്ക് വിനായകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് മുഖാന്തരാണ് ഈ ജോലി നമ്മുടെ വിശ്വേട്ടന് ശരിയാക്കി കൊടുക്കുന്നത്. അടുത്തെന്തോ ചതിയാണ്, അതായത് വേദയ്ക്കും വിക്രമനുള്ളൊരു കെണിയാണ് ഇതിലൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നന്ദിനി ചോദിക്കുന്നുണ്ട്, അതാണല്ലേ കാര്യം, അത് ശരി. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നമ്മൾ വിശ്വേട്ടന് ജോലി മേടിച്ചു കൊടുക്കണവരുടെ വിശ്വേട്ടനെ സഹായിക്കുകയല്ലേ ചെയ്യണത്, അതെങ്ങനെ വേദയ്ക്കും വിക്രമനെതിരാവണത്? ഞാനത് ആലോചിച്ചതടി. പക്ഷേ നമ്മളിതിനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്, കൂടുതൽ ആലോചിക്കുന്നതാലേ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. ശ്രീകാന്ത് സാർ അങ്ങനെ പറഞ്ഞോ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദിനി.
വിനായകന്. അതല്ലേ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും തിരിച്ചു കൊടുക്കാനല്ലേ പാടില്ല. എന്തായാലും വിശ്വേട്ടന് ജോലി കിട്ടുന്ന കാര്യമല്ലേ, എന്നാൽ പിന്നെ വന്ന് പറയാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് വിനായകൻ. അപ്പോൾ നന്ദിൻ്റെ മുഖത്ത് വലിയ തെളിച്ചല്ല കേട്ടോ. ഇല്ലെങ്കിലും ഇടയ്ക്ക് കുറച്ച് കാശയിലും കടം ചോദിക്കാമല്ലോ. അതിനെ എപ്പോഴും പറയേണ്ടത്. എന്നാലും വേദ്യം വിക്രം അകലുന്നതും നിങ്ങളുടെ ചേട്ടന് ജോലി കിട്ടുന്നത് എന്താ ബന്ധം? എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുമല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരാണ് നമ്മൾ. അല്ലെങ്കിൽ അവന്മാരുടെ കയ്യിൽ പണം മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്ത് ഒന്നുമില്ല, വേക്കൻ്റായി കിടക്കുക. അപ്പോൾ നമ്മുടെ വിനയേട്ടൻ പറയുന്നുണ്ട്, അടി അങ്ങനെ വേക്കൻ്റായി കിടക്കുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് കച്ചവടമാക്കി കാശുണ്ടാക്കലാണ് എന്നാൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് ഈ വിനായകൻ. രണ്ടും കൂടെ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. രാത്രി അറിയായി. അപ്പോൾ നമ്മുടെ വിക്രു വന്നിട്ടില്ല. വേദം അങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വന്നു. അപ്പോൾ വിക്രു ചോദിക്കുന്നുണ്ട്, എന്തിനങ്ങനെ രാത്രി കുത്തിരിക്കണത്, പോയി എല്ലായിടത്തും പോയി ചുരുണ്ട് കൂടിക്കൂടെ? അപ്പോൾ പറയുന്നുണ്ട്, വെട്ടുപോത്ത് ഉറങ്ങിയിട്ടേ വേതാളം ഉറങ്ങാവൂ എന്നാണ് അച്ഛമ്മയുടെ കൽപ്പന എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിച്ചിട്ട് വിക്രം പറയുന്നുണ്ട്, എന്നാൽ പിന്നെ വേതാളത്തിൻ്റെ ഈ മരക്കൊമ്പിൽ തൂങ്ങി കിടക്കാറുന്നല്ലോ. അപ്പോൾ വേദ കളിയാക്കിയിട്ട് പറയണം, അയ്യോ നിങ്ങളിപ്പോഴും തമാശ പറയാനായിട്ട് വായിക്കേണ്ടത് ഫലിത ബിന്ദുക്കളാണോ? എന്തൊരു ദുരന്തം. അപ്പോൾ ഈ കൃണ്ണ ഒരു ചമ്മലായിട്ടോ. എന്നിട്ട് ചോദിക്കേണ്ടത് വേദ ചോദിക്കേണ്ടത് വല്ലതും കഴിക്കുന്നുണ്ടോ ഇല്ലയോ ചോദിക്കുന്നുണ്ട്. നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയും, ഞാൻ നിർബന്ധിക്കണമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട വല്ലതും കഴിച്ചേക്കാം, എനിക്കൊട്ടും നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് വേദ പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ചൂടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാനേ നീ എന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങോട്ട് മാറി നിൽക്കാൻ കിട്ടും എന്നിട്ട് തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് പോയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കയ്യോടെ ചെന്നിരുന്നു. അപ്പോൾ വേദ പാത്രത്തിൽ ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ചപ്പാത്തി ഗ്രീൻ പീസ് കറിയാണ്. എന്നിട്ട് വിളമ്പിയോടെ കൊണ്ടൊന്നുമില്ല കേട്ടോ. എന്താ ഇനി വിളമ്പി തരണോ? എടുത്തങ്ങോട്ട് കഴിച്ചാലേ വാളയൊന്നും ഉരി പോവില്ല. അപ്പോൾ ഈ ഗ്രോ അങ്ങോട്ടും കൂടി എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കും, എന്താ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ കിടന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇല്ല. എന്നിട്ട് വേദ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇളയ മോന് ഭക്ഷണം വിളമ്പി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക, ഞാൻ തുറന്നു വിടണോ? വീക്കറൊന്നും മിണ്ടാണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഭക്ഷണം എടുത്ത് വിളങ്ങുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, രാവിലത്തെ നിൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം പോയിന്ന്. ഇതിപ്പോൾ രാവിലത്തെ ഇരട്ടിയായിരിക്കുകയാണല്ലോ ശൗര്യം. ചില കാര്യങ്ങൾ അറിയുമ്പോഴാണല്ലോ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ സ്വന്തം വീട്ടിൽ ഇനി കയറാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ കൂടുതൽ മുറുക്കി പിടിക്കാൻ തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രു. അപ്പോൾ ഈ കറക്റ്റ്, നിങ്ങൾക്ക് കാര്യങ്ങളെ വളരെ വേഗം മനസ്സിലാവുന്നുണ്ട്. വിക്രു കറിയൊക്കെ ഒഴിച്ച് കഷ്ണം എടുത്തിട്ട് വയലിക്കിട്ടു കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. തവിടില്ലേ മുളക് കഴിച്ച് ഒഴിച്ച പോലെ ഉണ്ട്, ഉണ്ടാക്കിയതായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കിയതാണ്. അത് കേട്ടെന്ന് വിക്രമിന് തരിപ്പ് കയറിയിട്ട ഭയങ്കര ചുമയായി പോയി. അപ്പോൾ തലയ്ക്കിന് തല്ലുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ തല്ലി തരുന്നത് ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. വിക്രു വെള്ളം ഒഴിച്ച് കുടിക്കുന്നുണ്ട്. ഇത് വിക്രു പറയുന്നുണ്ട്, അമ്മയെ ശ്രീജയെടുത്തേ അടുക്കള ഒഴിഞ്ഞു തരാത്തതുകൊണ്ട് വായിൽ വെച്ച് വല്ലതും കഴിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ഈ നോണ പറഞ്ഞതാ, ഞാനാ കറി ഉണ്ടാക്കി. അപ്പോൾ വിക്രു വീണ്ടും ചമ്മി. വിക്രു നോക്കിയൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ടേ നെറുകൽ പോകണ്ട, അമ്മ പറഞ്ഞത് പോലെ തന്നെ ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് വേദ പറയുന്നുണ്ട്, രാവിലെ ഞാൻ ആശുപത്രി പോകുമ്പോഴേ എനിക്കറിയായിരുന്നു ഒരു പക്ഷേ ശ്രീജേട്ട എന്നോട് അങ്ങനെ തന്നെ പെരുമാറുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തിനാ നാണം കെടാൻ അങ്ങോട്ട് പോയത് ചോദിക്കുന്നുണ്ട് വിക്രം. അപ്പോൾ വേദ പറയുന്നുണ്ട്, എല്ലാവരും ഒരുപോലെ പെരുമാറി കഴിഞ്ഞാൽ ഈ ലോകം വളരെ മോശമാവില്ലേ? നിങ്ങൾ ഇത്ര മോശമായിട്ട് പെരുമാറിയിട്ടും ഞാൻ കൂടെ നിൽക്കുന്നില്ലേ? അത് ചില പ്രതീക്ഷകൾ കൂടിയാണ് ജീവിതം എന്നുള്ളത് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത അത്രയും പ്രതീക്ഷകൾ വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നുണ്ട് വിക്രം. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഒരേ വാചകം എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? എനിക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടിട്ട്. ഞാൻ രാവിലെ പറഞ്ഞതേ ഭയങ്കര സീരിയസ് ആയിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ ചോദിക്കും. രമ്യയുടെ പ്രശ്നേ അത് മാത്രമേ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാകില്ല. വിക്രം പറയുന്നുണ്ട്, ഓവല്ലോ നിന്റെ അച്ഛനും ചേട്ടനും അതല്ലാണ്ട് വേറെ പണിയില്ലല്ലോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ പറയണ്ട, പുള്ളിക്കാരൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ വിക്രം പറഞ്ഞു, അയ്യോ പാവം, എടി നിന്റെ ചേട്ടനെ എനിക്കെതിരെ ചെയ്യണ ഓരോ നിന്റെ അച്ഛൻ്റെ തലയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണത് നിന്റെ അച്ഛനാ, അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് നിന്റെ ചേട്ടനും അമ്മാവനും. ഏതൊന്നും വേണ്ടണില്ല കേട്ടോ. എന്നിട്ട് വിക്രു പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ എങ്ങനെ വേണേൽ പെരുമാറാനേ അറിയാം, വഴിയിലിട്ട് കൊല്ലാനും അറിയാം, സെൻറ്റിമെൻറ്റ്സ് നാട് ഇറക്കിയിട്ട് കയ്യിലെടുക്കാനും അറിയാം, പക്ഷേ അതൊന്നും എൻ്റെ അടുത്ത് ചിലവാവില്ല എന്ന് മാത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയേണ്ട ആത്മവിശ്വാസം വളരെ നല്ലതാണ്, പക്ഷേ അതുകൊണ്ട് സൂക്ഷിക്കാതിരിക്കരുത്, എനിക്കത്രേ പറയുള്ളൂ. ഞാനെന്തിനു ഭയപ്പെടണം, ഏതവസ്ഥയിലകപ്പെട്ടാലും രക്ഷിക്കാനുള്ള പോരാളിയായിട്ട് നീ ഉണ്ടല്ലോ കൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിഹസിക്കേണ്ട, ഞാനതെൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതുവരെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടേ അവനവൻ സൂക്ഷിക്കേണ്ടതിൽ കുറവ് വരുത്തണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഉപദേശത്തിന് നന്ദി. ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളോട് നല്ലൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് വന്നതാണ്, പക്ഷേ നിങ്ങളുടെ മൂഡ് ശരിയല്ല, മതിയല്ലോ ഭക്ഷണം ശരി മതിയല്ലോ എന്ന് ചോദിക്കേണ്ടിട്ട്. മതി. ഇവളെ അത് ആ പ്ലേറ്റ് അതവിടെ എന്ന് പറയുമ്പോഴേക്കും വിക്രു പറയേണ്ട, അറിയാം, ആ പ്ലേറ്റ് അവിടെ കഴുകി കൊണ്ടുപോയി കമഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ ഏച്ചിൽ ഞാൻ പാറ്റ് വരും, അത് വൃത്തിയാക്കാൻ പെണ്ണുങ്ങളെ ഉണ്ടാവുള്ളൂ, ഇതല്ലേ പറയാൻ വന്നത്. അപ്പോൾ നമ്മുടെ വേദ വെരി ഗുഡ്, നിങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കുന്ന ഒരാളാണ്, എൻ്റെ ഭാഗ്യം. എന്നിട്ട് വേദ അങ്ങോട്ട് പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് വേദ ചോദിക്കുക, എന്താടാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം അത് പ്രതീക്ഷിച്ചില്ല, ചോദിക്കുന്നുണ്ട്, എന്താടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ നേരത്തെ പറഞ്ഞത് ശരിയാണോ, ഞാൻ പറയണ തമാശ ഒക്കെ ദുരന്താണോ, ഇടയ്ക്ക് ഏൽക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചിരിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ വിക്രു പറയും ഷൂ വേണ്ടായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വിക്രു പ്ലേറ്റൊക്കെ കഴുകി വെച്ച് കിടക്കാൻ ചെന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേദന ഉറങ്ങി കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ചവിട്ട വെച്ച് വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കാലൊക്കെ ഓങ്ങണുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നന്ദിനി എടുത്ത് മീറ്റടിക്കാൻ കേട്ടോ. അപ്പോൾ വിഷയേട്ടൻ പോകാൻ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്ദിനി ചൂല് പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അമ്മ ചീത്ത പറയുന്നത് നന്ദിനി ആ ചൂല് പിന്നാക്കം പിടിക്ക്, നമ്മുടെ വിഷു ഇറങ്ങാൻ പോവാം. അപ്പോൾ എന്നും പറഞ്ഞിട്ട് പിന്നാക്കം പിടിച്ചു കേട്ടോ. അപ്പോൾ അച്ഛനാകെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ലോട്ടറി വിൽക്കപ്പോൾ എങ്ങനെയാണ് പോണതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയ്യോ അച്ഛ ലോട്ടറി വിൽക്കാനല്ല ഒരു ഇൻ്റർവ്യൂനാ. അപ്പോൾ അച്ഛനൊക്കെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയണ്ടേ അതെ ഇന്നലെ നിങ്ങൾ വരാൻ മാഷ് വരാൻ വൈകിയില്ലേ, അപ്പോൾ രാവിലെ ഇവൻ തന്നെ പറഞ്ഞോട്ട് വെച്ചിട്ട് ഞാനും പിന്നെ ഒന്നും പറയാതിരുന്നത്. അതിന് പറയേണ്ടത് വിനയേട്ടൻ റെക്കമെൻഡ് ചെയ്ത് കിട്ടിയ ജോലി അച്ഛാ, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കാൻ പോകേട്ടാ. ശരി പോയിട്ട് വാ എല്ലാം നന്നായി വരട്ടെ എന്ന് പറയേണ്ട അച്ഛൻ. വിഷയേട്ടൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ കാലം തെച്ചിട്ടാവൂലേ കമലെ ശരിയാവണത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഒക്കെ ശരിയാവും മാഷേ, ഇനി നല്ല സഹോദരന്മാരും സ്നേഹമുള്ള സഹോദരന്മാരും കൂടി വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദിനി. അപ്പോൾ എന്ന് പറയുന്നുണ്ട്. അല്ല ഇങ്ങനൊരു ചാൻസ് വന്നപ്പോൾ വിനയേട്ടന് വിഷയേട്ടന് ഓർക്കാൻ തോന്നിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അച്ഛൻ പറയേണ്ടത് അത് ശരി നന്ദിനി പറഞ്ഞത് ശരിയാ, ഒരമ്മയുടെ വയറ്റിന് വന്നവരെ പരസ്പരം ചേർത്ത് പിടിച്ചാലേ കുടുംബം നന്നായി നിൽക്കുള്ളൂ. പക്ഷേ എപ്പോഴത് തകരാറാവണേന്ന് അറിയോ ചോദിക്കാനായിട്ട്. എപ്പോഴാച്ചാ എന്ന് പറയുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നത് അത് ആണായാലും പെണ്ണായാലും അതിൻ്റെ കണക്കും കാര്യങ്ങളും പറയാൻ തുടങ്ങുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനിക്കത് ഇഷ്ടമായില്ല. എന്നിട്ട് അച്ഛൻ കയറി പോകുമ്പോൾ നമ്മുടെ നന്ദിനി ഒന്ന് പിറുപിറുക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാൻ വന്ന ഓരോന്നും കൊണ്ടുവന്നോളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സജീവൻ ഇരിക്കുന്നുണ്ട്. സജീവൻ നീ എപ്പോഴാണ് വന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനിയൻകൂട്ട ചോദിക്കാൻ നീ സജീവൻ എപ്പോഴാണോ കാണുന്നത്, നിൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നില്ല അവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോസഫ് കളിയൊക്കെ ഉണ്ട്. അതിനെങ്ങനെ വേദം കല്യാണ സൈഡ് മുന്നിൽ വന്നപ്പോൾ പിന്നൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ജോസഫിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. സജീവൻ പറയേണ്ടത് ഇനി പോകണില്ല, വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നിൽക്കുക, എന്തായാലും അച്ഛനെ സഹായിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വേദന പൊക്കി പറയുന്നുണ്ട് കേട്ടോ. അത് വിക്രുവിനൊന്നും മിണ്ടണില്ല. വിക്രു പറയുന്നുണ്ട് അവളായി പറഞ്ഞാണ് നിന്നെ വിശ്വസിച്ചത്, നിൻ്റെ വീട്ടുകാരെങ്കിലും നിന്നെ വിശ്വസിച്ചോ, അവൾ ശരിക്കും നിൻ്റെ ഭാഗ്യമാണ്, നിനക്ക് ഇതിൽ നല്ലൊരു ചോയ്സിന് കിട്ടാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ഇങ്ങനെ പൊക്കി പറയുമ്പോഴും വിക്രം ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്, എന്നല്ലാണ്ട് ഒന്നും മിണ്ടണില്ല. അവളെക്കാളും നല്ലൊരു ചോയ്സ് ഇനി നിനക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് സജീവൻ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. സൂപ്പർ എപ്പിസോഡാണ്, ആരും കാണാൻ മറക്കണ്ട. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ.